പേടിക്കണ്ട, ധൈര്യമായിരിക്കാൻ. ഇങ്ങനെ കുറേ പേർ നിങ്ങളെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാകും അല്ലേ? പക്ഷേ എന്തൊക്കെ ചെയ്താലാണ് ധൈര്യമായി ഇരിക്കാൻ കഴിയുക എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള 5 പോയിൻറ്റ്സ് ആണ്. ഹലോ ഫ്രണ്ട്സ്, ഐ എം വിദ്യ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് വൺ, അസൂയപ്പെടാതിരിക്കുക. അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ ഒരാളെ നോക്കി അസൂയപ്പെടുമ്പോൾ നമ്മുടെ അടുത്ത് അതില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഒരു നാട്ടിൽ 2 ആൾക്കാർ തമ്മിൽ അടികൂടിയാണ്. അതിൽ ഒരാൾ ബലശാലിയാണ്, അവരുടെ അടുത്ത് കുറേ വെപ്പൺസൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ആളുടെ കയ്യിൽ വെപ്പൺസ് ഒന്നുമില്ല. ഇവർ 2 പേരിൽ ആർക്കാവും ധൈര്യം കൂടുതലുണ്ടാവുക? തീർച്ചയായിട്ടും വെപ്പണുള്ള ആ ഒരു വ്യക്തിക്ക് തന്നെയാവും അല്ലേ? കാരണം എപ്പോഴാണോ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന വിശ്വാസവും തിരിച്ചറിവും നിങ്ങൾക്ക് വരുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ധൈര്യവും താനേ വരും. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അസൂയപ്പെടുമ്പോൾ നമ്മുടെ അടുത്ത് അതില്ല, ഇതില്ല, ഇങ്ങനെയുള്ള ഒരു ചിന്ത വരും അല്ലേ? അപ്പോൾ ഇതൊന്നും തന്നെ എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ള ചിന്ത നമ്മുടെ ധൈര്യത്തെ കുറയ്ക്കുന്നു. സോ ധൈര്യത്തോടെ ഇരിക്കാൻ ആരെയും അസൂയപ്പെടാതിരിക്കുക. അസൂയപ്പെടാതിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാൻ കഴിയും. 2, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കാതിരിക്കുക. നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് ഡിപ്രഷൻ അടിച്ച് ഇരിക്കുന്നവരിൽ 2 വിഭാഗം ആൾക്കാരാണുള്ളത്. ഒന്ന്, എൻ്റെ പാസ്റ്റിൽ ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇവിടം വരെ ഞാൻ എത്തി നിൽക്കുന്നത്. അതുമാത്രം എൻ്റെ ലൈഫിൽ നടന്നില്ല എങ്കിൽ ഞാൻ ഇന്ന് ഹാപ്പി ആയിട്ട് ജീവിച്ചേനെ, ഇങ്ങനെ കരുതുന്ന ഒരു വിഭാഗം ആൾക്കാർ. 2, മുന്നെയൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്ന ആളാണെന്നറിയോ, എത്രയൊക്കെ നേടിയിട്ടുണ്ടെന്നറിയോ, എന്നാൽ ഇപ്പോഴോ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ കഴിഞ്ഞു പോയ കാലത്തിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഇങ്ങനെയുള്ള രീതിക്ക് അത് ആക്കി തീർക്കും. ഈ 2 കൂട്ടരും മനസ്സിലുണ്ടാകുന്ന ചിന്ത ഒറ്റൊന്നാണ്: പ്രസൻറ്റ് ടൈമിൽ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രസൻറ്റ് ടൈം നന്നല്ല എന്നുള്ളത്. എപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് ടൈം ശരിയല്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വരുന്നോ, അന്ന് മുതൽ, ആ ഒരു സെക്കൻഡ് മുതൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടി വരാൻ തുടങ്ങും. ജീവിതത്തെക്കുറിച്ചുള്ള ഭയം വരാൻ തുടങ്ങും. ഈ ഒരു പേടി നിങ്ങൾക്ക് എപ്പോഴും ധൈര്യത്തെ തരില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും നിർത്തുക. അത് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ സഹായിക്കും. 3, മാറ്റങ്ങളെ അംഗീകരിക്കുക. അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. ഈ ലോകം മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങൾ ഇടപഴകുന്ന ആൾക്കാർ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഒരുപക്ഷെ ഈ ഒരു മാറ്റത്തെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത പക്ഷം, അയ്യോ മാറ്റങ്ങൾ വരാൻ പോകുന്നല്ലോ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ മാറ്റങ്ങളെ അംഗീകരിക്കുക. നിങ്ങളെക്കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങളെക്കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. കൺട്രോളിനും ധൈര്യത്തിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊന്ന് പറയാം. കൺട്രോൾ എപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെന്ന വിശ്വാസം നിങ്ങൾക്ക് വരുന്നോ അപ്പോഴാണ് ധൈര്യവും വരുന്നത്. ബട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ, അയ്യോ ഇതിങ്ങനെയായല്ലോ, ഇപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ നമ്മൾ പവർലെസ് ആയിട്ടാണ് ആ സമയത്ത് ഫീൽ ചെയ്യുക. മറിച്ച് ശരി, എന്താണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് വരണം, ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മുടെ ധൈര്യം കുറയുന്നു. സോ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുക. അത് നമ്മളെ ധൈര്യപ്പെടുത്തും. 5, നിങ്ങളെ കണ്ട് നിങ്ങൾ തന്നെ സഹതാപിക്കാതിരിക്കുക. നമുക്കെല്ലാവർക്കും ഈ ഒരു ശീലം കാണും അല്ലേ? നമ്മളെ കണ്ട് നമുക്ക് തന്നെ സഹതാപം തോന്നുന്ന ചില സിറ്റുവേഷൻസ്. ഞാൻ എത്ര പാവമാണെന്നറിയോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ, എനിക്ക് മാത്രം ഒരു നല്ല കാര്യവും നടക്കുന്നില്ല, എനിക്ക് മാത്രമെല്ലാം നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നത്, ഞാനൊരു അൺലക്കിയാണ്, ഇങ്ങനെ അവരെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ തോൽവിക്കും ഇതൊക്കെ തന്നെയാണ് കാരണമെന്ന് വിശ്വസിച്ച് സമാധാനിക്കും.
ഇവരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാലങ്ങൾക്ക് ശേഷം ഇവരെ തന്നെ ഒരു ബലഹീനതയിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസ് തന്നെ നമ്മൾ വേറൊരു രീതിയിലേക്ക് ചിന്തിക്കുകയെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. ബട്ട് അതൊക്കെ ഞാൻ ധൈര്യത്തോടെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഞാൻ ഇവിടം വരെ എത്തിയത് തന്നെ വലിയ കാര്യമാണ്. ഇനിയും ഞാൻ മാറാനുണ്ട്. ഇങ്ങനെ ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു ചിന്ത പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സണാക്കി നിലനിർത്താൻ സഹായിക്കും. അവരുടെ ധൈര്യത്തെയും അത് അധികരിക്കും. സോ നിങ്ങളെ കണ്ട് നിങ്ങളെ തന്നെ സഹതാപിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിന് നന്ദിയുള്ളവരായിരിക്കുക. അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു 5 പോയിൻറ്റ്സ് ഒന്നും കൂടെ നോക്കാം. അസൂയപ്പെടാതിരിക്കുക, അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. മാറ്റങ്ങളെ അംഗീകരിക്കുക, അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുക, അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. നിങ്ങളെ കണ്ട് നിങ്ങൾ തന്നെ സഹതാപിക്കാതിരിക്കുക, അത് നിങ്ങളെ ധൈര്യപ്പെടുത്തും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.